അതായത് ഇറ്റ് ഈസ് പ്രൂവൺ റൈറ്റ്. ഒരു വാക്ക് അദ്ദേഹം പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ അങ്ങനെയുള്ളവനായതുകൊണ്ട് തന്റെ വാക്ക്, തന്റെ പ്രവൃത്തി കൊണ്ട് അതിനെ പ്രൂവ് ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നു. അത് യോബിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. യോബിന്റെ പുസ്തകത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രകാരം അതിനെ ബന്ധപ്പെടുത്തണമെന്നും എങ്ങനെ അത് പ്രായോഗികമാക്കണമെന്നും അത് എങ്ങനെ നമ്മളെ സഹിഷ്ണുതയോടും ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിക്കണം, എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നൊക്കെ വ്യക്തമാകുവാൻ ഈ ദൈവത്തിന്റെ പഠനങ്ങൾ കാരണമായി തീർന്നിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മള് ചില ഭാഗങ്ങൾ കഥാസിനിയുടെ പ്രാരംഭമായി ഓർമ്മിക്കുകയും അതിന്റെ ചിന്തിച്ച ചിന്തകൾ നമുക്ക് വളരെ വ്യക്തമായി ലഭിക്കത്തക്ക രീതിയിൽ അതിന്റെ നോട്ട്സുകൾ നമുക്ക് തരികയും ചെയ്തു. അതോർത്ത് ദൈവത്തിന് മഹത്വം കരയുന്നു. നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗം ഇതാണ്. 3 അവകാശവാദങ്ങളെ പറ്റിയാണ് ഈ പുസ്തകത്തിലുടനീളം കാണുന്ന ദൈവത്തെയും യോബിനെയും സംബന്ധിച്ചുള്ള 3 ക്ലെയിമാണ്. ഒന്ന്, ദൈവം നല്ലവനും നീതിമാനുമാണ്. അതുടനീളം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. 2, ദൈവത്തിന്റെ ഒരു പ്രതിഫല തത്വത്തിൽ, ഒരു റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദുഷ്ടത ചെയ്തവർക്ക് തിന്മ പകരം കൊടുക്കുകയും നന്മ ചെയ്യുന്നവർക്ക് നന്മ പകരം കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നുള്ള തത്വം ഇവിടെ ഒരവകാശവാദമായി ഉയരുന്നു. 3, യോബ് നിഷ്കളങ്കനാണ്. യോബ് കുറ്റം ചെയ്തിട്ടില്ല. യോബ് ഇന്നസെന്റ് ആണ്. ജോബ് ഇന്നസെന്റ്. അപ്പൊ അത് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ 3 കാര്യങ്ങളെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാം എന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. ഒന്നാമത്തെ, ദൈവം നല്ലവനും നീതിമാനും ആണെന്നുള്ള ചിന്ത ആർക്കുണ്ടായിരുന്നു അറിയാമോ? യോബിനുമുണ്ട്, യോബിന്റെ സ്നേഹിതന്മാർക്കും ഉണ്ട്. യോബിന്റെ സ്നേഹിതർക്ക് അവർ വിശ്വസിച്ചു, പൂർണ്ണമായും വിശ്വസിച്ചു, ദൈവം ഗോഡ് ഈസ് ജസ്റ്റ് ആൻഡ് ഗുഡ്. ദൈവം നന്മയെ പ്രവർത്തിക്കും, നീതിയെ പ്രവർത്തിക്കും, നല്ലതേ ചെയ്യുള്ളൂ. അത് ഒന്നാമത്തെ ആ അവകാശവാദം യോബിന്റെ സ്നേഹിതർ അവിടെ അംഗീകരിക്കുകയും. 2, അവർ ഈ കാര്യവും വിശ്വസിച്ചിരുന്നു, ദൈവം മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതായത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ തിന്മ വരുന്നെങ്കിൽ അതവർ ചെയ്ത ദോഷപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് അല്ലെങ്കിൽ പകരമാണ് എന്നും, നന്മ ചെയ്യുന്നവർക്ക് നന്മയെ ദൈവം ചെയ്യത്തുള്ളൂ എന്നുള്ള റിട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ, പ്രതിഫല തത്വത്തിൽ യോബിന്റെ സ്നേഹിതന്മാർ പൂർണ്ണമായി അടിയുറച്ചിരുന്നു. ഇവ 2 വാദങ്ങളിൽ ആദ്യത്തെ 2 കാര്യവും യോബിന്റെ സ്നേഹിതന്മാർ, യോബിനെ ആശ്വസിപ്പാൻ കടന്നു വന്നവർ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഉണ്ടായ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ 2 കാര്യവും പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ ന്യായമായും നീതിയായും ശരിയായി തോന്നും. പക്ഷേ അത് അവരെ കൊണ്ട് എത്തിച്ച ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചാൽ, അവർ യോബിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവർ ഉറപ്പിച്ചു പറഞ്ഞു, യോബ് ഈ അനുഭവിക്കുന്ന സഫറിങ്സ്, കഷ്ടതകളുടെ പിന്നിൽ നിശ്ചയമായും യോബിന്റെ പാപം നിമിത്തമാണ്, പാപപ്രവൃത്തികൾ കാരണം. ഈ 2 അവകാശവാദങ്ങൾ, ദൈവം നല്ലവനും നീതിമാനുമാണെന്നും ദൈവം മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനാണെന്നും അത് ഈ ഭൂമിയിൽ ഡെയിലി ബേസിസിലാണ് അവർ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ യോബ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പിന്നിൽ യോബിന്റെ പാപം ഒരു കാരണമാണ്. യോബ് ദൈവത്തിന് കുറ്റക്കാരനാണ്. അതുകൊണ്ട് ആ കുറ്റം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം യോബിന് ഉണ്ട്. ഇനി ആ ഭാഗം പിന്നീട് നമ്മൾ ദിവസം വായിച്ച് ചിന്തിക്കുമ്പോൾ അതിന് തെരുവായ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാനും വായിക്കാനും നിരവധി
ഒട്ടനവധി അധ്യായങ്ങളും വാക്യങ്ങളും ബൈബിളിൽ ദൈവം, ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ വിശ്വസ്ത എന്ന് പറഞ്ഞോണ്ടല്ലോ, അവന്റെ വിശ്വസ്ത വെളിപ്പെടുന്നതിന് മുമ്പ് ഒത്തിരി പേരുടെ അവിശ്വസ്തയും വെളിപ്പെടാൻ ദൈവം അവസരം കൊടുത്തു. അവൻ വാചാലനാകുന്നതിന് മുമ്പ് കാഴ്ചക്കാരെയും അഭിപ്രായക്കാരെയൊക്കെ വാചാലനാകാനും ദൈവം സമ്മതിച്ചു. ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. വാചാലൻ എപ്പോഴാകണം, എപ്പം മൗനമാകണം? ദൈവം തന്റെ ഭക്തന്മാരോട് മൗനം കാണിക്കുമ്പോൾ, ദൈവം തന്റെ ഭക്തന്മാരെ തകർക്കുമ്പോൾ, ആ തകർച്ചയും ദൈവത്തിന്റെ മൗനവും കണ്ട് മിടുക്കന്മാരാരെങ്കിലും ആരെങ്കിലും ദൈവം നീതിമാനാണ്, നല്ലവനാണ്, ദൈവം നിശ്ചയമായും പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുന്നവനാണെന്നുള്ള തത്വത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വാതുറക്കുമ്പോൾ സൂക്ഷിച്ചോണം, ദൈവം മൗനം ഭേദിച്ച് സംസാരിക്കുകയും ദൈവത്തിന്റെ തന്റെ ഭക്തന്റെ ശോധനയുടെ കാലം കഴിയുമ്പോൾ നീതി നിവർത്തിക്കുമ്പോൾ നമ്മൾ ഈർഖരായി പോകാനുള്ള സാധ്യത. അതുകൊണ്ട് വാക്കുകളെ സൂക്ഷിക്കുക. എല്ലാ സ്നേഹിതരും എല്ലാ സഹോദരങ്ങളും തങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ ഒരു വാക്ക് പറയുമ്പോൾ, അവരുടെ കഷ്ടതകളെ വിലയിരുത്തുമ്പോൾ, അവർ ദൈവം കടത്തിവിടുന്ന വഴികളെ വിലയിരുത്തുമ്പോൾ, അറിയാത്ത കാര്യങ്ങളെ കുറിച്ചും വെളിപ്പെടുത്താത്ത കാരണങ്ങളെ കുറിച്ചും അഭിപ്രായം പറയാതെയും അവിടെ ദൈവത്തിന്റെ പക്ഷത്തിൽ നിന്ന് വാദിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്ക് നന്ദി. അത് നാം വളരെ വ്യക്തമായി ഓർക്കാം. ദൈവത്തിന് ആരെയും തന്റെ പക്ഷത്ത് നിന്ന് തന്റെ ഭക്തന്മാരുടെ ഹൃദയം മനസ്സിലാക്കാതെ വാദിക്കുന്ന ഒരു പിൻഗാമികളെയും അനുകൂലവാദികളെയും ദൈവത്തിന് വേണ്ട എന്ന് യോബിന്റെ പുസ്തകം നമുക്ക് നേർച്ചിത്രം നൽകുന്നു. തുടക്കത്തിൽ അവർ ഒത്തിരി പ്രതീക്ഷിച്ചു, പക്ഷെ ഒടുക്കത്തിൽ സംഭവിച്ചത് അങ്ങനെ അല്ല. ഈ രണ്ട് തത്വങ്ങളാണ്, ഈ രണ്ട് അവകാശവാദങ്ങളാണ് അവരെ അടിയുറച്ചു നിർത്താൻ സഹായിച്ചത്. ഒന്ന്, ദൈവം നല്ലവരും നീതിമാനും. രണ്ട്, ദൈവം എന്തെങ്കിലും തിന്മ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിൽ, ദോഷം അനുവദിക്കുന്നെങ്കിൽ നാം ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നന്മ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം. ഈ രണ്ട് വാദങ്ങൾ ഒടുവിൽ അവരെ ലക്ഷ്യം തെറ്റിച്ചു. എന്താണെന്നറിയോ? അവരാശ്വാസപ്രദന്മാരായി വന്നെങ്കിലും അവർ ഉപർത്യാശ്വാസന്മാരും ഒട്ട വൈദ്യന്മാരുമാകാൻ ഈ രണ്ട് അവകാശവാദങ്ങൾ. അതാ ചോദിക്കും, ശരിയല്ലേ? ഇപ്പൊ ദൈവം നല്ലവനല്ലേ, നീതിമാനല്ലേ എന്നൊക്കെ നമുക്ക് അനേക ചോദ്യങ്ങൾ വരാം. അതിനൊക്കെ ഉത്തരങ്ങളുണ്ട്. ദൈവം നല്ലവൻ നീതിമാനോ, അതൊരു സംശയവുമില്ല എന്ന് യോബിന്റെ പുസ്തകം വ്യക്തമായി നമുക്ക് ആലോചന പറഞ്ഞു. അതുകൊണ്ട് അവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അവർ പറഞ്ഞു, യോബേ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. നീ പൂർണ്ണമായും ഇരട്ടിലും വെണ്ണീറും ഇരിക്കുന്നുവെങ്കിലും നീ അനുദപിക്കുന്നില്ല. നിന്റെ പാപങ്ങളെ കുറിച്ച് നീ അനുദപിച്ചാൽ ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. രണ്ട്, യോബ് എന്താണ് ചിന്തിച്ചത്? യോബ് ചിന്തിച്ചത്, അല്ലെങ്കിൽ യോബ് മനസ്സിൽ ഉറപ്പിച്ചത്, യോബിന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു താൻ ദൈവത്തിൽ നിഷ്കളങ്കനാണ്. തന്റെ ഓർമ്മയിൽ അറിവിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച് ജീവിച്ച രീതിയെ കുറിച്ച് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങനെ ജീവിതം നയിച്ചിട്ടില്ല. തെറ്റ് പറ്റിയിട്ടില്ലെന്നോ പാപം ചെയ്തിട്ടില്ലെന്നല്ല അതിനർത്ഥം, സില്ലസാന്നല്ല അർത്ഥം. പക്ഷെ യോബിനറിയാം തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും താൻ തന്റെ ജീവിതം കൊണ്ട്, പണം കൊണ്ടും അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടും തന്റെ ധനാഢ്യത കൊണ്ടുമല്ല, തന്റെ ഒരു നേരുള്ള ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാൻ ആവോളം പരിശ്രമിച്ച ഒരാളാണ് യോബ്. ആ അവകാശവാദത്തിൽ ഉറച്ച്. കാരണം എന്താ? നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ എഴുത്തുകാരൻ വായനക്കാരൻ വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ സാക്ഷ്യം ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം സാത്താനോട് ദൈവം പറയുന്നു. യോബല്ല പറഞ്ഞത്, എഴുന്നേറ്റ് ഞാൻ നല്ലവനും നിഷ്കളങ്കനുമാണ്, എന്റെ ദേശത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, എനിക്ക് അഹങ്കാരമില്ല, ഞാൻ എല്ലാവരെയും സഹായിച്ചു, കഴിഞ്ഞ നാളിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ ദൈവം എനിക്ക് നിറച്ചു തന്നു, ഇപ്പൊ ഞാൻ എല്ലാവരെയും സഹായിച്ചു. ഇങ്ങനെ യോബ് സാക്ഷ്യം പറയുന്നില്ല. പക്ഷെ യോബിന് വാദപ്രതിവാദം നടത്തേണ്ട വന്നപ്പോൾ യോബ് അതിനുള്ള മറുപടി കൊടുക്കുന്നു. പൗലോസിനെ പോലെ. പൗലോസിന് ഒരിക്കലും തന്നെ എവിടെ ഉയർത്തണമെന്ന്
താല്പര്യവുമില്ല. പക്ഷേ തന്നെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്നത് തന്നെ ബുദ്ധിമുട്ടായി മറ്റുള്ളവർക്ക് തോന്നിയപ്പോൾ, തന്റെ ഉപദേശങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇവൻ യേശുവിനോട് ഉണ്ടായിരുന്നോ? 12 പേരിൽ ഉണ്ടായിരുന്നോ? ഇവൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ, തന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്തപ്പോൾ, അപ്പോസ്തലനായ പൗലോസിന് തന്റെ സാക്ഷ്യം, തന്റെ പാരമ്പര്യം അത് വ്യക്തമാണെന്ന് അറിഞ്ഞിട്ടും വ്യക്തമായതിനെ വെളിവായി കാണുന്നതിന് മുമ്പിൽ ഞാൻ അതിനെ എങ്ങനെ കണ്ടിരിക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ പൗലോസിന് വാ തുറക്കേണ്ടതായി, കൈ ചലിപ്പിക്കേണ്ടതായി. യോബിനും അങ്ങനെ വന്നു. പക്ഷെ യോബ് ഒരിക്കലും തന്റെ സാക്ഷ്യം താൻ തന്നെ പറഞ്ഞ് മഹാനാകാൻ ശ്രമിച്ചില്ല. യോബിനെ മഹാനാക്കിയതും യോബിനെ വലിയവരായി നമുക്ക് കാണാനിടയായതും യോബിന്റെ അകലെന്തെന്ന്, യോബിന്റെ ഉള്ളെന്തെന്ന് നമ്മൾ വെളിപ്പെടുത്തി. യോബോ തന്റെ സ്നേഹിതന്മാരോ അല്ല, പിന്നെയോ അന്തരങ്ങളെ തൂക്കി നോക്കുന്ന, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, ഓരോ പ്രവൃത്തിയുടെയും തന്റെ ചേർന്നതെന്ന് കണ്ണോട് കൂടിയവരാണ് യോബിന്റെ സാക്ഷ്യത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അത് നമുക്ക് വളരെയധികം ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. യോബ് പറഞ്ഞ സാക്ഷ്യമല്ല യോബിന്റെ പുസ്തകത്തിൽ എഴുത്തുകാരൻ വായനക്കാർക്ക് കൊടുക്കുന്നത് ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. യോബ് അറിയുന്നില്ല. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ വളരെ ആഴമായി അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പുസ്തകം വായിക്കുന്ന വായനക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ സ്വർഗത്തിൽ എന്താണ് നടന്നത്. നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അദൃശ്യമായ ഒരു തലത്തിൽ, ഒരു സ്വർഗീയ കോടതിയിൽ, സ്വർഗീയമായ ഒരു മീറ്റിംഗ് നടക്കുന്നിടത്ത്, ഒരു ദൈവത്തിന്റെ ഒരു കോർട്ട് റൂമിൽ എന്ത് നടന്നു എന്നുള്ളത് ദൈവം യോബിന് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മളെ കുറിച്ചും നാം അറിഞ്ഞിരിക്കുന്ന കാര്യം ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എടുക്കുന്ന തീരുമാനങ്ങളും ദൈവം നടത്തുന്ന വഴികളും അതിന്റെ പിന്നിലെ കാരണങ്ങളും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തണമെന്ന് നമുക്ക് ഒരു നിർബന്ധവും പഠിക്കാൻ കഴിയും. ദൈവത്തിന്റെ സോവറിനിറ്റി, പരമാധികാരം, സർവാധിപത്യം, സർവശക്തി, അതിനകത്ത് ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മേൽ ഏത് തീരുമാനം എപ്പം വേണേലും എടുക്കാൻ, എങ്ങനെയും നമ്മളെ നയിക്കുവാൻ, തകർക്കാനും പണിയാനും താഴ്ത്താനും ഉയർത്താനും എല്ലാം അവന് പൂർണ്ണ അധികാരം. അതിന്റെ കാരണം അന്വേഷിക്കാൻ പോലും നമുക്ക് വാശി പിടിക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവം യോബിനെ തിരുത്തുന്നത്. അത് നാം ചിന്തിക്കേണ്ട ഭാഗമാണ്. അപ്പൊ 2-3 വാദങ്ങളിൽ ഒന്നാമത്തെ വാദമായ ദൈവം നല്ലവരും നീതിമാനുമാണെന്നുള്ള ഉറച്ച വാദത്തിൽ ബിൽദാദും സോഫറും എലൂഹും എലിഫസും ഉറച്ചു നിന്നുകൊണ്ട് നല്ല കാര്യമാണത്, സത്യമാണത്. പക്ഷേ രണ്ടാമത്തെ കാര്യമായ തത്വമായ, അല്ലെങ്കിൽ രണ്ടാമത്തെ അവകാശവാദമായ ദൈവം യോബിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കഷ്ടത അനുവദിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായും നമുക്കാർക്കും മനസ്സിലാകാത്ത നിഗൂഢമായ പാപം യോബിന്റെ ജീവിതത്തിലുണ്ട്. അത് യോബിന് മാത്രമേ അറിയത്തുള്ളൂ, ദൈവത്തിനും അറിയാം. യോബ് അത് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ യോബ് ഗുണപ്പെടണം. യോബ് ഗുരുപാപിയാണ്, യോബ് മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ യോബിന്റെ അവസ്ഥ മാറത്തുള്ളൂ എന്നൊരു സന്ദേശത്തിലേക്ക്, അങ്ങനെ ഒരു ആലോചന യോബിന് കൊടുക്കാവുന്ന കാര്യം അവരുടെ ഉള്ളിൽ റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ, പ്രതിഫല തത്വം അവരുടെ അകത്ത് സ്ഥായിയായി വെച്ചു. മറുവശത്ത് യോബ് പറയുന്നു, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ജീവിച്ചിട്ടില്ല, തങ്കത്തിലോ പൊന്നിലോ ഞാൻ ആശ്രയിച്ചിട്ടില്ല, അനാഥരെ വെറുതെ അയച്ചിട്ടില്ല, വിധവമാരെ വെറുതെ അയച്ചിട്ടില്ല, പരദേശികളെ വെറുതെ അയച്ചിട്ടില്ല. ഞാൻ എന്റെ കൈ കൊണ്ട് എന്റെ വീട്ടിലും അപ്പത്തിന്റെ തൃപ്തരാകാത്ത ആരുണ്ട്? യോബ് അതിനെ, ആ വാദത്തെ എതിർക്കുന്നു. അതിന് അഭിമുഖമായി നിന്നുകൊണ്ട് ശക്തമായി തന്റെ ജീവിതം അവിടെ വെളിപ്പെടുത്തും. കാരണം യോബ് ഉറച്ചു നിൽക്കുന്നു, I am innocent. ഞാൻ ഈ പറയുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ രണ്ടാമത്തിലേക്കുള്ള യോബ് തയ്യാർ. ഇനിയും നമുക്കൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാം. അതിതാണ്, യോബ് ദൈവം നല്ലൊരു തീരുമാനം തന്നെയാണോ
ആ വാദത്തിലാണ് യോബ് ഉറച്ചു നിന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ യെസ്, യോബ് ദൈവം നല്ലവൻ നീതിമാനുമാണെന്ന് യോബ് ഉറച്ചു നിന്നു. യോബിന് ഉറപ്പുണ്ട്. പക്ഷേ യോബിന് ഒരു പ്രശ്നം പറ്റിയെന്ന് ചോദിച്ചാൽ, ദൈവം നല്ലവനും നീതിമാനുമാണെന്ന് യോബ് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ യോബിന്റെ ഹൃദയത്തിൽ എന്ത് ചിന്ത വരികയാണ്? റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ വന്നു. എന്താണ്? ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ നേരോടെ നിഷ്കളങ്കതയോടെ ദോഷമിട്ടകന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അതേ ബേൺ ഓഫറിങ്സിനെ, ഹോമയാഗങ്ങളെ ഒക്കെ അർപ്പിച്ച് വളരെ ശ്രദ്ധയോടെ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിച്ചിട്ടും നന്മ ചെയ്തിട്ടും ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജീവിതം നയിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് തിന്മ വരുന്നു എന്നുള്ള ആ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എന്റെ സ്നേഹിതർ അവകാശവാദമായി ഉന്നയിച്ച ആ പ്രതിഫല തത്വത്തിൽ യോബ് പിടിപെട്ടു. ഇവർ നിൽക്കുന്ന സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നു നിന്റെ നിഗൂഢമായ പാപത്തെ ഏറ്റുപറഞ്ഞു മടങ്ങുക, ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പക്ഷെ യോബ് പറയുന്നു ദൈവം നല്ലവനും നീതിമാനുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനും തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ ദൈവം നിങ്ങൾ പറയുന്ന പോലെ ദൈവം നന്മ ചെയ്യുന്നവർക്ക് നന്മ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നാണ് വാദിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഈ തിന്മ അനുഭവിക്കും? അപ്പൊ റെട്രിബ്യൂഷൻ പ്രതിഫല തത്വം രണ്ട്, ഒരു രണ്ടാഴ്ച പോലെ ഒരു 20 പോലെ സ്നേഹിതനും യോബിനും ബാധകമാണ്. അതുകൊണ്ടാണ് ഒടുവിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ യോബിന്റെ ശാസനയും ദൈവത്തിന്റെ സോവർണിറ്റി വെളിപ്പെട്ട് ദൈവം സംസാരിക്കും. യോബ് പാപം ചെയ്തുകൊണ്ടല്ല, യോബ് ബ്ലെയിംഫുൾ ആയതുകൊണ്ടല്ല ദൈവത്തിനെ ശാസിച്ചത്. പക്ഷേ ദൈവം മൗനമായിരുന്ന കാലഘട്ടത്തിൽ കാരണം ഈ പുസ്തകം അവസാനിക്കുമ്പോഴും യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയപ്പോഴും യോബിന്റെ സ്ഥിതി വഷളായതിന്റെ കാരണം യോബിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. വായനക്കാരായ നമ്മൾ അത് വ്യക്തമായി യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പുസ്തകം ക്ലോസ് ചെയ്യുമ്പോഴും യോബിന്റെ ചരിത്രം അവസാനിക്കുമ്പോഴും അല്ല, യോബിന്റെ ജീവിതത്തിൽ എല്ലാം മടക്കി കൊടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും പുനഃസ്ഥാപന ഉണ്ടാകുമ്പോഴും ദൈവം അതൊരു മർമ്മമായി വെച്ചു. യോബ് അറിയുന്നില്ല എന്തുകൊണ്ടിത് സംഭവിച്ചു. അപ്പൊ 3 വാദങ്ങൾ, അതിന്റെ വിശദീകരണമാണ് നമ്മളിവിടെ ചിന്തിച്ചത്. അങ്ങനൊരു പ്രതിഫല തത്വചിന്ത, പ്രവർത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ദൈവമെന്നുള്ള ആ ചിന്ത മാനവജാതിയുടെ ആഴമായി പതിഞ്ഞിട്ടുള്ളത് ഒരു പരമാർത്ഥ സത്യമാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ നമ്മുടെ ദൈവമക്കളും പലരും ഭയപ്പെടുന്നേ, അല്ലേ? പലതും സംഭവിക്കും. ഇപ്പൊ അവരെന്തായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നേ? അപ്പൊ അവരെന്തായിരിക്കും ചിന്തിക്കുന്നേ? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെടുമ്പോഴോ, നമ്മൾ രോഗികളാവുമ്പോഴോ, നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുമ്പോഴോ, നമുക്ക് ബിസിനസ് നഷ്ടമാവുമ്പോഴോ, ജോലി നഷ്ടമാവുമ്പോഴോ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ, നമ്മൾ തകർക്കപ്പെടുമ്പോൾ പലപ്പോഴും നാം സമൂഹത്തിൽ നാം ഭയപ്പെടുന്ന ഒരാശങ്കയുണ്ട്. കാരണം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിള് കുടികൊള്ളുന്നുണ്ട്. ദൈവം നന്മയ്ക്ക് പകരം നന്മയും തിന്മയ്ക്ക് പകരം തിന്മയും ചെയ്യുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൽ അനവധി വാക്കുകളോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനും. പക്ഷേ യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നാം അവിടുന്ന് വളരെ വിദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നാം തത്വങ്ങളിലും വാദങ്ങളിലും നിന്നുകൊണ്ട് യോബിന്റെ പുസ്തകത്തിന്റെ മർമ്മം നമുക്ക് മനസ്സിലാകത്തേ ഇല്ല. അങ്ങനെ സ്നേഹിതർക്കും മനസ്സിലായില്ല, എന്തിനു പറഞ്ഞു യോബിനും മനസ്സിലായി. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നല്ലവനും നീതിമാനുമാണെന്ന് യോബും വിശ്വസിച്ചു, യോബിന്റെ സ്നേഹിതന്മാരും ആ വാദത്തിൽ അവർ ഉറച്ചു നിന്നു. പക്ഷേ രണ്ടാമത്തെ കാര്യം വന്നപ്പോൾ സ്ഥിതി വഷളായി, സ്ഥിതി വ്യത്യാസമായി. രണ്ടാമത്തെ തത്വമായ അല്ലെങ്കിൽ രണ്ടാമത്തെ വാദമായ ദൈവം പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന ദൈവമാണെന്ന് സ്നേഹിതർ വാദിച്ചപ്പോൾ അവർ അതിനെ കണ്ടെത്തിയത് യോബിന്റെ പാപനിമിത്തമാണിത്.
യോബ് കണ്ടെത്തിയത്. കാരണം യോബ് ഏത് വാദത്തിൽ കൂടെ ഉറച്ചു നിന്നു? മൂന്നാമത്തെ വാദമായ ജോബ് ഈസ് ഇന്നസെന്റ്, യോബ് നിഷ്കളങ്കനാണ്, അവൻ ഈ പറയുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നുള്ള വാദം ആരംഗീകരിച്ചില്ല? സ്നേഹിതന്മാർ അംഗീകരിച്ചു. പക്ഷെ യോബ് ആ സ്റ്റാൻഡിൽ ദൈവം സംസാരിക്കുന്നതുവരെ, ദൈവം ഇടപെടുന്നതുവരെ യോബ് 4 പേരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും യോബ് അവകാശവാദത്തിൽ നിന്ന് മാറിയില്ല. എന്നാൽ യോബിന്റെ ഹൃദയത്തിലും ഭാരമേറിയ ചിന്തകൾ ആഞ്ഞടിച്ചു. എന്നാൽ യോബ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യാൻ കാരണമായില്ല. കാരണം ഭാര്യയോട് പറയുന്നു, അവൻ നമുക്ക് നന്മ ഇത്രയും നാളും തന്നെങ്കിൽ, അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ അനുവദിച്ചാൽ, അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ബാഡ് തിങ്സ് അനുവദിച്ചാൽ, അത് നമുക്ക് ക്ലേശകരമായത് അനുവദിച്ചാൽ നമ്മൾ അതിനെയും സഹിക്കേണ്ടതല്ലയോ? കാരണം യോബിന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് താൻ സംസാരിക്കുമ്പോൾ തന്റെ വാക്കുകളെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ തന്റെ പേഴ്സണലായ തകർച്ചകളും വേദനകളും യോബ് ഇവിടെ തുറന്നു കാട്ടുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ കാര്യം വ്യക്തമായെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ പ്രതിഫല തത്വത്തിൽ യോബും അതിലേക്ക് നയിക്കപ്പെട്ടതുകൊണ്ട് യോബിനെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടെത്തിച്ച ക്വസ്റ്റ്യൻ എന്നറിയാമോ? തന്റെ സ്നേഹിതന്മാർ ആ തത്വത്തിൽ ഉറച്ചു നിന്നപ്പോൾ അവരെ കൊണ്ടെത്തിച്ചത് യോബിന്റെ നിഗൂഢ പാപമാണ്. പക്ഷെ യോബ് ഈ പ്രതിഫല തത്വത്തിൽ ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് യോബ് വാദിക്കാൻ തുടങ്ങിയപ്പോൾ യോബിനുണ്ടായ പ്രശ്നം എന്നറിയാമോ? ദൈവം നിഷ്കളങ്കനാണെന്നും ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവം ശരിക്കും നീതിമാനും നല്ലവനുമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? അങ്ങനെ ദൈവം ഗുഡ് ആൻഡ് ജസ്റ്റ് ആണെങ്കിൽ, ഞാൻ ഇന്നസെന്റുമാണെങ്കിൽ, ഇതല്ലല്ലോ എന്റെ ജീവിതത്തിൽ. ഇതാണ് യോബിന്റെ പുസ്തകം തുടക്കത്തിൽ ഒടുക്കം വരെ നാം യാത്ര ചെയ്ത് ഇങ്ങനെ വായിച്ച് കടന്നു പോകുമ്പോൾ ഈ 3 വാദങ്ങൾ അവിടുന്ന് ഇവിടുന്നായി. ഒരാൾ ഇരിക്കുമ്പോൾ അടുത്താൾ എഴുന്നേൽക്കും, ആള് വാഴയ്ക്കുമ്പോൾ അടുത്താൾ എഴുന്നേൽക്കും. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് പുറത്തു വരുന്നത് വരെ നിങ്ങൾ ഈ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ഈ പുസ്തകത്തിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അഭിമുഖമായി വരുന്ന കാഴ്ചയാണ് ഈ പുസ്തകത്തിൽ നമ്മള്. സോ എന്താണ് ഇനി റീഡേഴ്സിന്റെ കൺക്ലൂഷൻ? എഴുത്തുകാരൻ വായനക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇത് എത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. നമ്മളിനിയും ആരാണ്? യോബിന്റെ സ്നേഹിതർക്ക് റീസൺ അറിയത്തില്ല, യോബിന് റീസൺ അറിയത്തില്ല. ഇനി നമ്മൾ ആരാണ്? നമ്മൾ റീഡേഴ്സ് ആണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഒടുക്കം വരെ വിത്ത് റീസണിൽ എന്താണ് വൈ എന്നുള്ള റീസൺ ഇവിടെ കാണുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പൊ അതോടുകൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഏത് കൺക്ലൂഷനിൽ എത്തണമെന്നാണ് ഇതിന്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പുസ്തകം നമുക്ക് തരുമ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കൺക്ലൂഷനിൽ എത്തണം. ആ കൺക്ലൂഷൻ ഇതാണ്: ദൈവം നല്ലവനും നീതിമാനുമാണ്. 2, യോബ് നിഷ്കളങ്കനാണ്. കാരണം എന്തുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം? ദൈവം നല്ലവനും നീതിമാനുമാണെന്നുള്ള വാദം അത് ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അടിസ്ഥാനത്തിൽ നമ്മൾ നിന്നേ പറ്റൂ. എന്നാൽ യോബ് ഇന്നസെന്റ് ആണ്. യോബ് ഈ പറയുന്ന കുറ്റമൊന്നും ചെയ്തിട്ടല്ല ദൈവം യോബിന്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് നാം വായനക്കാർ ആ വാദം നമ്മുടെ കൺക്ലൂഷൻ അതായിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ അല്ലെങ്കിൽ നാം പഠിച്ച 2ാമത്തെ വാദം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി കിടക്കുന്നു. എന്താണത്? പിന്നെ എങ്ങനെയാണ് നാം പ്രതിഫല തത്വത്തെ കാണേണ്ടത്? എങ്ങനെ കാണണമെന്ന് ചോദിച്ചാൽ, ദൈവം ഈ ഭൂമിയെ നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്റെ മക്കളെ ദിനംതോറും നടത്തുന്നത് നാം ഈ പറയുന്ന പോലെ റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിളിലല്ല. അത് തിരിച്ചറിയുവാൻ ഈ പഠനത്തിൽ
നമ്മൾക്ക് കഴിയുന്നു എങ്കിൽ ഇയ്യോബിന്റെ പുസ്തക പഠനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളൊരു അനുഗ്രഹമായിരിക്കും. എന്താണ്? ദൈവം നല്ലവനും നീതിമാനുമാണെന്നുള്ള ഉറച്ച വാദം സത്യമായി നാം വിശ്വസിക്കുന്നു. 2, ഇയ്യോബ് ഇന്നസെന്റ് ആണ്. ഇയ്യോബ് ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ഇയ്യോബിന്റെ വാദവും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ നാം ഒരു കാര്യം കൂടെ വിശ്വസിക്കുന്നു. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ക്ലേശങ്ങളെ, സഫറിങ്സിനെ നമ്മളിൽ ആരും റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിഫല അല്ലെങ്കിൽ പകര തത്വത്തിന്റെ, ദൈവത്തിൽ നിന്നുള്ള പകര തത്വം, പ്രതിഫല തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിപ്പാൻ ദൈവം നമുക്ക് അവകാശം തരുന്നില്ല. അതുകൊണ്ടാണ് ഒടുവിൽ യോബിന്റെ സ്നേഹിതന്മാർ ദൈവത്തിന്റെ ആ ജ്വലിക്കുന്ന കോപത്തിന് മുമ്പിൽ നിൽക്കേണ്ടേ. ദൈവം നല്ലവനും നീതിമാനുമെന്ന് വിശ്വസിച്ചത് ദൈവത്തിന് കോപം ഉളവാക്കിയില്ല. പക്ഷേ ഇയ്യോബ് തെറ്റ് ചെയ്തിട്ടില്ല, ഇന്നസെന്റ് ആണെന്നുള്ളതുമല്ല ദൈവത്തിന്റെ പ്രശ്നം. കാരണം ദൈവം തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഇയ്യോബിനെ ശാസിപ്പാനും സ്നേഹിതരുടെ നേരെ കോപം ചൊലിക്കുവാനും ഉള്ള പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ കണ്ട രീതിയിൽ അവർ ദൈവത്തെ കണ്ടപ്പോൾ ദൈവത്തിനത് അയോഗ്യവും അവിഹിതമായി തോന്നി. അതുകൊണ്ട് അവർക്ക് ഇയ്യോബിനെ അവരുടെ വാക്കുകൾ കൊണ്ട് തകർത്ത് കളഞ്ഞത് ദൈവത്തിന് അനിഷ്ടമായി. അവരവരെ പ്രേരിപ്പിച്ച ഘടകം എന്തുവാ? തന്റെ സ്നേഹിതന് പൊട്ട വൈദ്യന്മാരും വ്യർത്ഥ ആശ്വാസകന്മാരാകുവാൻ യോബിന്റെ സ്നേഹിതർ അവർ അതിനുവേണ്ടി വീട്ടിൽ വന്നതല്ല. അവരവരുടെ വീട്ടിനെയും വീട്ടുകാരെയും വിട്ട് യോബിന്റെ ഭവനത്തിലേക്ക് വന്നത് 7 രാവും പകലും ഒരക്ഷരം പോലും സംസാരിക്കാൻ കഴിയാതെ യോബിന്റെ കഷ്ടതയുടെ മുമ്പിൽ മൗനമായിരുന്ന അതെ നല്ല സ്നേഹിതരവര്. എന്നിട്ട് അവർക്ക് സംസാരിക്കാൻ ത്രാണിയില്ലാഞ്ഞപ്പോൾ യോബ് തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങി. അവരുടെ ആരംഭം മോശമല്ലായിരുന്നു. പക്ഷേ യോബിന്റെ നില, ജീവിത സാഹചര്യം വഷളാകുന്നതനുസരിച്ച് അവരുടെ വാക്കുകളുടെ മൂർച്ച കൂടി. അത് മൂർച്ച കൂടാനുള്ള കാര്യം എന്നു ചോദിച്ചാൽ, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അവർ ഈ പ്രതിഫല തത്വത്തിൽ ഉറച്ചു നിന്നത് കാരണം ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും തന്റെ ഭക്തനെയും മനസ്സിലാക്കാൻ കഴിയാതെ അവർ അവിഹിതമായി, അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. യോബിന്റെ പുസ്തകത്തിനൊടുവിൽ അതാണ് ഈ പുസ്തകത്തിൽ വലിയ ചലഞ്ച് ഉളവാക്കുന്ന ദൈവത്തിന്റെ പ്രസ്താവനകൾ. നിങ്ങൾക്ക് നേരത്തെ എന്റെ കോപം ജ്വലിക്കുന്നു. ഒരു ഞെട്ടിപ്പോയി. ഞങ്ങൾ എവിടെ പിഴച്ചിട്ടാ ദൈവത്തിന്റെ കോപം ഞങ്ങളുടെ നേരെ? നാം ഞെട്ടിപ്പോകാൻ ഇടവരല്ലേ? നാം അടിപതറിപ്പോവാൻ ഇടവരല്ലേ? ദൈവം തന്റെ ഭക്തന്മാരെ അടിപതറുന്ന പോലെ, എല്ലാം ഇളകി മറിയുന്ന പോലെ, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന പോലെ ദൈവം നടത്തുമ്പോൾ നാം നമ്മുടെ നിലയിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം ദൈവം തകർത്തവനെ ദൈവം പണിയും, ദൈവം ഉടച്ചവനെ ദൈവം വാർക്കും. പക്ഷെ അതിന്റെ ഇടയിൽ നാം അകാരണമായി അയോഗ്യമായി ഇടപെട്ട് ശിക്ഷ നേടി പേടിക്കാൻ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് യോഗ്യരാകാൻ പാടില്ല. നമ്മളെ അറിയാത്തതിലും അറിയാത്ത കാരണത്തിന് അധികമായ അഭിപ്രായം പറയുവാൻ, ദൈവം വെളിപ്പെടുത്താത്ത കാരണത്തെ അറിഞ്ഞു എന്ന നാട്യത്തിൽ മിടുക്കൽ സംസാരിപ്പാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ റിട്രിബ്യൂഷൻ പ്രിൻസിപ്പിളാണ്. ദൈവം നല്ലവനും നീതിമാനുമാണ്, അതുകൊണ്ട് ഇങ്ങനെയെന്നുള്ള ആ തത്വം സത്യം പറഞ്ഞാൽ അവരുടെ സഹോദര്യ സ്നേഹ ബന്ധത്തെ തന്നെ പ്രയോജനമില്ലാതാക്കി. ചുരുക്കി പറഞ്ഞാൽ വീടും വീട്ടുകാരെയും വിട്ട് അവരാ ഭവനത്തിൽ വന്നു പാർത്തത് വെള്ളത്തിൽ വരച്ച വര പോലെ. അതുകൊണ്ട് ഈ അവകാശവാദം ഈ പുസ്തകം പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കും. നമ്മൾ ഒട്ടും മോശക്കാരല്ല. നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഒളിഞ്ഞും പതിഞ്ഞും കിടക്കുന്ന ഒരു ചിന്തയാണിത്.
ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കൊടുങ്കാറ്റാഞ്ഞടിച്ചു എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് പോകുന്ന ചിന്ത നമ്മളെ തന്നെ ഒന്ന് വിവേചിച്ചാൽ മതി. ബലഹീനമായ ഒരു കുഞ്ഞുണ്ടായാൽ, വൈകല്യമുള്ള ഒരു കുഞ്ഞുണ്ടായാൽ, അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നാൽ, കാലാകാലങ്ങളായി മാറാത്ത രോഗങ്ങൾ വന്നാൽ, അനവധി പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാൽ, നാമോ നമ്മൾ പോലും അറിയാതെ യോബിന്റെ സ്നേഹിതരുടെ മനസ്സ് ഉണരാൻ തുടങ്ങും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ നമുക്കുണ്ടാകാതിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെയധികം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് യോബിന്റെ പുസ്തക പഠനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അസ്വഭാവം മാറ്റിയെടുക്കുന്ന ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ്. ആ ഒരു അത്ര സ്വാധീനമുണ്ട്. ഇത് ബിൽദാദിന്റെയും സോഫറിന്റെയും എലൂഹിന്റെയും എലിഫത്തിന്റെയും മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. നാം എന്താ പറയണ്ടേ, തട്ടകത്തിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ, നാം ഫ്രണ്ടിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തകൾ മാറ്റാനും മാറാനുമുള്ള സമയമായി. അറിഞ്ഞോ അറിയാതെയോ അഭിപ്രായങ്ങൾ പറയുകയോ ഉള്ളിൽ വിധിക്കുകയോ ചിന്തിക്കുകയോ ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങളെ കുറിച്ച് ഉള്ളിൽ നിർണയിക്കുന്ന എലിഹുവിന്റെയും എലിഫസിന്റെയും ബിൽദാദിന്റെയും സോഫറിന്റെയും സ്വഭാവം നമുക്ക് പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷത്തിന് കാരണമാക്കും. അതുകൊണ്ട് നാം കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ്: ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം നല്ലവനും നീതിമാനുമാണ്. യോബ് ഒരു കുറ്റവും ചെയ്തിട്ടല്ല, യോബിന്റെ പാപത്തിന്റെ ശിക്ഷയല്ല എന്ന് യോബിന്റെ പുസ്തകം തന്നെ ദൈവത്തിന്റെ സാക്ഷ്യപത്രത്തോടെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് കാലം കുറച്ച് കഴിയുമ്പോൾ, കഷ്ടത വരുമ്പോൾ മാറ്റി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളും അതേ സ്റ്റാൻഡിൽ നിൽക്കുന്നു. മൂന്നാമത് ഞങ്ങൾ ഒരു കാര്യം കൂടെ ഉറപ്പിക്കുന്നു: ദൈവം തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിൽ, വിഭിന്നമായ രീതിയിൽ, അപ്രതീക്ഷിതമായ രീതിയിൽ, അപൂർവമായ രീതിയിൽ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും വെളിപ്പെടുത്താത്ത കാര്യം കൊണ്ട് ദൈവത്തിന് ഇടപെടുവാൻ കഴിയും. അത് നന്മയ്ക്ക് പകരം നന്മയും തിന്മയ്ക്ക് പകരം തിന്മയെന്നുള്ള തത്വത്തിൽ ഞങ്ങൾ പിടിച്ചു നോക്കുന്നില്ല. കാരണം ദൈവത്തിന് അതിനപ്പുറമായ ഒരു സ്വഭാവ ശൈലിയും പ്രവർത്തന ശൈലിയും ഉണ്ട്. ഈ തത്വം വെച്ച് ഞങ്ങളെയോ ഞങ്ങളുടെ സ്നേഹിതരെയോ ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഞങ്ങൾ മേലാലും വിധിക്കത്തില്ല. ദൈവം ഈ ഭൂമിയെ നടത്തുമ്പോൾ, ഈ ഭൂമിയിലുള്ള മനുഷ്യരെ നടത്തുമ്പോൾ, തന്റെ മക്കളെ നടത്തുമ്പോൾ ഈ ഡെയിലി ബേസിസിൽ ആരും ചിന്തിക്കരുത്. എന്നാൽ നമുക്കും ഉറപ്പ് തന്നിട്ടുണ്ട്: ഒരുവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കും. ഉറപ്പായും അവന്റെ സന്നിധിയിൽ നാം പ്രതിഫലം പ്രാപിക്കാൻ ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം തരുന്ന ദൈവം. പക്ഷേ എല്ലായിടത്തും അതുകൊണ്ട് മാച്ച് ചെയ്യരുത്. ചെയ്താൽ ദൈവപദ്ധതി അറിയാത്ത ഭോഷന്മാരെ പോലെ ദൈവം നമ്മളെ എണ്ണാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഈ 3 അവകാശവാദങ്ങൾ. അങ്ങനെ യോബിന്റെ പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതോ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ, ഓവർവ്യൂ എന്ന നിലയിൽ നമ്മളിത് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പുസ്തകം വരച്ചു കാട്ടുന്നത് പച്ചയ്ക്ക് അങ്ങനെ തന്നെ, ഒരു രീതിയിലും ഒന്നും മറച്ചു വെക്കാതെ ആ പച്ചയായ ജീവിതത്തിന്റെ വേദനയും അതേപോലെ തന്നെ ആഴമായ വിശ്വാസത്തിന്റെ വെളിപ്പെടുത്തലും എല്ലായ്പ്പോഴും നിയന്ത്രണത്തിൽ ആയിരിക്കുന്ന ദൈവത്തിലുള്ള ആത്യന്തികമായ ആശ്രയവും ഈ പുസ്തകം വെളിപ്പെടുത്തും. മനുഷ്യന്റെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഭക്തന്മാർ നേരിടുന്ന അവരുടെ ആ പച്ചയായ ജീവിതാവസ്ഥ, അവരുടെ വേദന, അതേ സമയത്ത് തന്നെ അവരുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം അതില്ലെന്നാണ്, അത് ഉണ്ടാകത്തില്ല
അത് ഇല്ല എന്ന് വെളിപ്പെടുത്തുവാൻ സാത്താൻ ഇതിന് വഴിയൊരുക്കുമ്പോൾ ദൈവം അത് അനുവദിച്ചത് ദൈവത്തിന് വെളിപ്പെടുത്തണം. അതെ, എന്റെ ഭക്തന്റെ ഉള്ളിൽ ആഴമായി നിറഞ്ഞിരിക്കുന്ന അഗാധവും ആഴവും വേരുള്ളതുമായ ദൈവത്തേക്കുള്ള ആശ്രയവും വിശ്വാസം. കാരണം God is in control. God who is always in control. ഇതാണ് നമുക്ക് യോബിന്റെ പുസ്തകം തരുന്ന വിവിധ മെസ്സേജുകളിൽ ഒരു മെസ്സേജ്. ദൈവത്തിന്റെ ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും ഇളകാത്ത ആ ദൈവിക സ്വഭാവം ഈ പുസ്തകം അങ്ങനെ വെളിപ്പെടുത്തുന്നു. അത് ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തുടർന്നുള്ള ദൈവം അനുവദിക്കുന്ന സമയങ്ങളിൽ ഈ പുസ്തകങ്ങൾ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ വാക്കുകളെ, അഭിപ്രായങ്ങളെ സൂക്ഷിപ്പാൻ ഒരു മുന്നറിയിപ്പും കൂടാണ് യോബിന്റെ. യോബിനെ നമുക്കറിയാം. യോബിന്റെ പുസ്തകം ഇവിടെ ആരംഭിക്കുമ്പോൾ 1 തൊട്ട് അതിന്റെ 5 വരെയുള്ള വാക്യങ്ങളിൽ ഊസ് ദേശത്ത് യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എന്നു ചോദിച്ചാൽ he is the richest person. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, he was in fact the richest person in that entire area. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ യോബ് ഇപ്പോഴും ചെയ്തു പോന്നു. ഇപ്പോഴും യോബ് ചെയ്തു പോകും. ഇനിയും 6-ാം വാക്യം തൊട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ, നമ്മളുടെ ബുദ്ധിക്ക് അതെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരനുഭവത്തിലേക്കാണ് പോകുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ അവിടെ നിന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അവിടെ ഈ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സാക്ഷ്യപത്രം. ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് 8-ാം വാക്യത്തിൽ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എന്നിട്ട് പറയുക, അവനെ പോലെ. അതുകൊണ്ടാണ് നമ്മൾ എന്തിൽ ഉറച്ചു നിൽക്കുന്നത്? ജോബ് ഈസ് ഇന്നസെന്റ് എന്നുള്ള ക്ലെയിമിൽ നമ്മൾ ഉറച്ചു നിൽക്കും. എന്തുകൊണ്ട് ഉറച്ചു നിൽക്കും? ദൈവം ചോദിക്കുന്നു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടളുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ബിയോണ്ട് ദ വിസിബിൾ വേൾഡ്. ദൃശ്യമായ ഒരു ലോകത്തല്ല, അതിനപ്പുറമായ ഒരു ലോകത്തിൽ, ഇൻ എ ഹെവൻലി കോർട്ട് റൂം, സ്വർഗീയ കോടതിയിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം ദൈവോത്തരന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു.
അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. മറ്റേ വാക്യം നമ്മൾ വായിച്ചു 9. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. എന്തുകൊണ്ട് ദൈവം സാത്താന് യോബിന്റെ ജീവിതത്തെ തൊടാൻ അങ്ങനെ ഒരു ചലഞ്ച് ദൈവം എന്തുകൊണ്ട് ഏറ്റെടുത്തു? അപ്പം ദൃശ്യമായ ലോകത്തിനപ്പുറമായി അദൃശ്യമായ സ്വർഗീയ കോടതിയിൽ എന്ത് സംഭവിക്കുകയാണ് ഈ ചലഞ്ച് നടക്കുമ്പോൾ? കാരണം സാത്താൻ വാദിച്ചത് ദൈവത്തോട് ചലഞ്ച് എന്താണെന്നറിയാമോ? ഇയ്യോബിന്റെ വിശ്വാസം ഉപരിതലം മാത്രമാ, അതിനൊരാഴവുമില്ല. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ബ്ലെസ്സിങ് റാദർ ദാൻ ട്രൂ ഡിവോഷൻ. നേരുള്ള ഒരാത്മീക സമർപ്പണമായി സ്നേഹത്തെയും ഈ ഭക്തിയെ നീ കാണണ്ട ദൈവമേ. ഇതെല്ലാം നീ കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഒരനന്തര ഫലം മാത്രമാണ് ഇയ്യോബിന്റെ ഭക്തി. അതാണ് ദൈവം ഈ ചലഞ്ചിന് സമ്മതം പറയാൻ, ഇത് ഏറ്റെടുക്കാൻ കാരണമായെന്ന് ചോദിച്ചാൽ ആ ഒരു ചലഞ്ചാണ് യോബിന്റെ മുന്നിൽ കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ട് സാത്താൻ ഇട്ടത്. അതെന്തെന്ന് ചോദിച്ചാൽ യോബിന്റെ വിശ്വാസം വളരെ ഉപരിതലം, ഒന്നും അതിന് വേറില്ല. എ മിയർ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്. ദൈവമേ, നീ അവന് കൊടുത്ത സാമ്പത്തിക നന്മകളുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു അനന്തരഫലം മാത്രമാണ് യോബിന്റെ ഈ ദൈവഭക്തി. അല്ലാതെ ദൈവമേ നീ തെറ്റിദ്ധരിച്ചിരിക്കുക, എനിക്കൊരവസരം എന്താ, ഞാൻ തെളിയിച്ചു തരാം. നീ സാക്ഷ്യം പറഞ്ഞ യോബുണ്ടല്ലോ, യോബിന്റെ നേരും നെറിയും യോബിന്റെ നിന്നോടുള്ള ഭക്തിയും അതേതുമില്ല എന്നും അവൻ എന്തിന് അനന്തര ഫലമായിട്ടാണോ നിന്നെ സേവിക്കുന്നത് അതില്ലാതായാൽ നിന്നെ സേവിച്ച അതേ നാവ് കൊണ്ടും ജീവിതം കൊണ്ടും അവൻ നിന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ തെളിയിക്കാമെന്ന് സാത്താൻ ചലഞ്ച് ചെയ്തപ്പോൾ ദൈവം തയ്യാറാകുകയാണ്. എന്നാൽ നമുക്ക് കാണാം, ദൈവത്തിന് സഹിച്ചില്ല. എന്തോ സഹിക്കാഞ്ഞേ? യോബ് എന്ന ഭക്തൻ, അവന്റെ ഭക്തി നീ കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഈ ഭക്തിയുടെ പിന്നിൽ നിങ്ങൾ തമ്മിലുള്ള ക്രിയേറ്ററും ക്രിയേഷനും സൃഷ്ടാവും സൃഷ്ടിയും ഭക്തനും ദൈവവും തമ്മിലുള്ള ബന്ധമാണെന്ന് നീ വെറുതെ ചിന്തിക്കുക. എനിക്കൊരവസരം എന്താ, ഞാൻ കാണിച്ചു തരാം, ഒന്ന് തൊട്ടാ തീരാവുന്നേ ഉള്ളൂ ഈ ഭക്തി. അപ്പൊ പിന്നെ ഊഹിക്കാമല്ലോ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ചലഞ്ചിനെ ഏറ്റെടുക്കാനുള്ള കാരണം യോബിനോടുള്ള യാതൊരു ക്രൂരതയോ ദോഷമോ പിണക്ക് യോബിനെ, ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. Satan is not just questioning Job's motives, he is questioning God's character. യോബിന്റെ ഉദ്ദേശങ്ങളെ മാത്രമല്ല സാത്താൻ ചോദ്യം ചെയ്ത്, ദൈവത്തിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്തു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരു കൈക്കൂലി പോലെ, അതായത് ഇങ്ങനെ പറയാം, ഒരു ട്രാൻസാക്ഷണൽ ഒരു ഭക്തി. എങ്ങനാ? അങ്ങ് എന്നെ സാമ്പത്തികമായും ശാരീരികമായും മക്കളെ തന്നും സമ്പത്ത് തന്നും സുരക്ഷ തന്നും ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമ്പോൾ അതിന് പകരമായി ഞാൻ നിന്നെ സേവിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന കൈക്കൂലിയായി. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം? കാരണം സാത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ? മനുഷ്യന്റെ ആരാധന. മനുഷ്യൻ അവനെ സേവിക്കണം. അതല്ലേ നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ ചിന്തിച്ചത്.
അവനൊടുവിൽ നടക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ചിന്തിച്ചില്ലേ? അപ്പൊ സാത്താന് ദൈവത്തെ ഒന്ന് കളിയാക്കണം, ദൈവത്തെ ഒന്ന് ചെറുതാക്കണം. നീ പറയുന്ന പോലെ ഈ ഊസുദേശത്തെ ഈ മഹാനും റിച്ചസ്റ്റ് പേഴ്സണും ഭക്തനും ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് ചോദിച്ചാൽ നീ കൊടുക്കുന്ന സുരക്ഷിതത്വവും സമ്പത്തും മാന്യതയും അതെ പൊസിഷനും പവറും ഫെയിമും ഒക്കെയാണ് നിനക്ക് ഇത്രേ യാഗമർപ്പിക്കാനും നിന്റേതെന്നും പറഞ്ഞ ഒരു വിഗ്രഹങ്ങളെയും ആരാധിക്കാതെ ഈ സത്യദൈവത്തെ മാത്രം സേവിക്കുന്നത്. നീ വിചാരിക്കരുത് ദൈവമേ നിന്നോടുള്ള കൂറും വിശ്വസ്തയാണെന്ന് അവന് കിട്ടിയ നീ കൈക്കൂലിയായി കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ സാമ്പത്തിക, അതിന് പകരമായി ഒരു ട്രാൻസാക്ഷൻ ലവ്, ഒരു ട്രാൻസാക്ഷണൽ വർഷിപ്പാ. ഇങ്ങോട്ട് കിട്ടുന്നു പകരമായി അങ്ങോട്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ തലമുറയായിരിക്കുന്നേ. എങ്ങനാ ദൈവേ ഇതൊക്കെ നീ എനിക്ക് ചെയ്താൽ ഞാൻ ഇതൊക്കെ നിനക്ക്. പിന്നെ കർത്താവ് ആ ചലഞ്ച് ഏറ്റെടുക്കും. എന്താ പറയും, എന്തോ ചലഞ്ച് ചെയ്യാൻ, ഓൾറെഡി അവൻ അങ്ങനാ. കർത്താവിന് ഇപ്പൊ അധികം പേര് ഒന്നും ചലഞ്ച് ചെയ്യാനില്ലല്ലോ. കാരണം എങ്ങനത്തെ കോൺട്രാക്റ്റിലാ നിൽക്കുന്നേ? തന്നാൽ സേവിക്കാം, തകർത്താൽ ഞങ്ങൾ നിന്നെ തള്ളിപ്പറയും, ഒരു സംശയവും. പിന്നെ പ്രത്യേകിച്ച് ദൈവത്തിന് സാധാരണ നമ്മളെ ചലഞ്ചും ചെയ്യത്തില്ല. പക്ഷേ യോബിന്റെ കാര്യത്തിൽ ദൈവം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ കൂടെ ചോദ്യം ചെയ്തു. യോബിന്റെ ഉദ്ദേശങ്ങളെ മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധമായ ആ സ്നേഹം നിറഞ്ഞ സത്യസന്ധനും പരിശുദ്ധനും നിർമ്മലനും നീതിമാനും നല്ല കൂടെ അനുഗ്രഹത്തെ ചോദ്യം ചെയ്യുക. അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ, ഇങ്ങനെ നീ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ആരും നിന്നെ യഥാർത്ഥമായി ആരാധിക്കത്തില്ല ദൈവമേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, and that no one would truly worship God without the promise of reward. പ്രതിഫല വാഗ്ദാനങ്ങൾ നീ കൊടുക്കുന്നെങ്കിൽ മാത്രമേ നിന്നെ ആരാധിക്കാൻ വല്ലവരെ കിട്ടത്തുള്ളെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. It's an accusation that cuts to the heart of the relationship between creator and creation. ഈ ഒരു കുറ്റാരോപണം എന്ന് പറയുന്നത് ദൈവത്തിന്റെയും അവന്റെ ഭക്തന്മാരുടെ ഹൃദയത്തെ മുറിക്കുന്ന ഒരു കുറ്റാരോപണമോ? നമ്മുടെ ചോദ്യം, why would God allow Satan to test Job, a man he himself declared righteous? ദൈവം തന്നെ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്ത തന്നെ ഇത്ര ക്രൂരമായി തകർക്കുവാൻ ദൈവം എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച ദൈവാന്വേഷിച്ചാൽ വീണ്ടും നമ്മള് ദൈവന ചിന്തകളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി നിറയട്ടെ, കവിയട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ഒറ്റ രാത്രി കൊണ്ട് കേവലം 1 മണിക്കൂറോ 3/4 മണിക്കൂർ കൊണ്ട് ചിന്ത അവസാനിപ്പിക്കല്ലേ. ഇതൊരു യാത്രയാണ്, ഇതൊരു ആത്മീക യാത്രയാണ്. വചന ചിന്തകളെ വഹിച്ചുകൊണ്ട് പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് സമൂഹത്തോട് സഭയോടും സഹോദരനോടും ബന്ധപ്പെടുത്തി അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് ഈ വചന ധ്യാനം. നമുക്കത് ശുദ്ധീകരണം തരുന്നില്ല എങ്കിൽ ഈ വചന പഠനം കൊണ്ട് ഒരർത്ഥവുമില്ല. നമ്മുടെ ലൈഫിനെ ക്ലിയർ ചെയ്യണം, നമ്മുടെ മോട്ടീവ്സിനെ ക്ലിയർ ചെയ്യണം, നമ്മുടെ ക്ലെയിംസിനെ ക്ലിയർ ചെയ്യണം. നമ്മൾ ഏത് തത്വത്തിലാണ് നിൽക്കുന്നതെന്ന് നാം പരിശോധന നടത്തണം. എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? നാം തുടർന്നും ആ ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ഒരു അക്യൂസേഷൻ എന്താണെന്നറിയോ? ദൈവത്തിന്റെയും തന്റെ ഭക്തന്റെ ഹൃദയത്തെ മുറിക്കുന്ന ഒരു അക്യൂസേഷൻ. യോബ് അറിയുന്നില്ല. പ്രിയരെ, ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് പ്രാർത്ഥിപ്പാൻ നമ്മുടെ തലകളെ വണക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും പലതിനും നാം ആഗ്രഹിക്കുന്ന ഉത്തരം തരാ ദൈവം ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നുണ്ടോ? ദൈവം എന്തോ അനീതി കാട്ടിയോ ക്രൂരത കാട്ടിയോ എന്നൊക്കെ നമുക്ക് ചിന്ത വരുന്നുണ്ടോ? എന്നാൽ യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ ചിന്ത എന്നെ ചോദിച്ചാൽ, കർത്താവേ വായടക്കേണ്ടടുത്ത് വായടയ്ക്കാനും
അങ്ങയുടെ മുമ്പിൽ ചോദിക്കേണ്ടത് മാത്രം ചോദിപ്പാനും എന്ത് ഹൃദയങ്ങളെ പങ്കുവെച്ച് അങ്ങയുടെ സന്നിധിയിൽ തുറന്നു കാട്ടാനുള്ള അധികാരമുള്ളപ്പോൾ തന്നെ അനാവശ്യമായി ഒരു ചോദ്യങ്ങളും അങ്ങയോട് ഉന്നയിക്കാതെ, മനുഷ്യരോട് അനാവശ്യമായ അകാരണമായ അയോഗ്യമായ അഭിപ്രായങ്ങൾ പറയാതെ ജീവിതത്തെ സൂക്ഷിപ്പാനുള്ള കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയിലേക്കാണ് തുടക്കത്തിലെ എന്നെ നയിക്കുന്നത്. പ്രിയരെ, നാം നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ ഉടക്കട്ടെ. ദൈവവുമായി നമ്മൾ കണക്റ്റഡ് ആകട്ടെ. നാം ദൈവത്തെ സേവിക്കുന്നത് ദൈവം നമുക്ക് തരുന്ന സൗഖ്യത്തിന്റെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ സൂക്ഷിച്ച് കാക്കുന്നതിന്റെ അനന്തര ഫലമാണോ നാം ദൈവഭക്തരായി ദൈവമക്കളായി തുടരുന്നത്? അതോ അവൻ നമ്മുടെ ദൈവവും വീണ്ടെടുപ്പുകാരനും രക്ഷകനും അതേ എന്നുള്ള ചോദ്യത്തിന് നാം ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. അവൻ നമ്മുടെ വേലി തകർത്താൽ തീരുന്നതാണോ നമ്മുടെ ഭക്തി? അവൻ നമ്മളെ ബലഹീനമാക്കിയാൽ തീരുന്നതാണോ നമ്മുടെ ഭക്തി? ആ ഭക്തി ഉപരിതലമാണോ അതോ ആഴത്തിലാണോ എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെ പുറത്തു വരും? യോബിനെ കുറിച്ച് ഇനിയും നമ്മൾ ചിന്തിക്കും. യോബിന്റെ സാക്ഷ്യം ഇനിയും നമ്മൾ ചിന്തിക്കും. ഇന്ന് ഈ ചിന്തകളോട് അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ ചിന്തകളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.